ഓക്കെ, മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ ഈ പോലീസുകാരനെ കാറിടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസ്, അതിൽ ഇപ്പോൾ ഈ പ്രതികൾക്കായിട്ടുള്ള തിരച്ചിൽ അതെങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്? എത്രത്തോളം അവർക്ക് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ഒപ്പം ഈ SIക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ശ്രുതി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നതാണ്. തൊടുപുഴയിൽ നിന്നാണ് ഇവർ 2 പേരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരുടെ വിശദാംശങ്ങൾ പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അല്പസമയത്തിനകം തന്നെ ഇവർ ആരൊക്കെയാണ് എന്നുള്ള കാര്യം പ്രേക്ഷകരെ അറിയിക്കാൻ സാധിക്കും. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് പട്രോളിങ്ങിനിടെ വാഹനം നിർത്താൻ കൈ കാണിച്ച SI EM മുഹമ്മദ് ഇടിപ്പിച്ചതിന് ശേഷം കടന്നു കളഞ്ഞത്. SI കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ SI ആണ്. SIയെ ഇടിപ്പിച്ചതിന് ശേഷം വാഹനം നിർത്താതെ കടന്നു പോവുകയായിരുന്നു. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ SIയെ ഉടൻ തന്നെ തൊടുപുഴ സെയിന്റ് മേരീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഒട്ടും വൈകാതെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 2 പോലീസുകാർ മാത്രമായിരുന്നു പട്രോളിങ്ങിന് ആ ഭാഗത്ത്, കല്ലൂർക്കാട് സ്റ്റേഷൻ പരിധിയിലെ കദലിക്കാട് ഭാഗമായിരുന്നു. ആ ഭാഗത്ത് 2 പോലീസുകാരാണ്, SIയും കൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റ് താഴെ വീണതുകൊണ്ട് തന്നെ ഇടിച്ചിട്ട് പോയ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാനോ അവരെ പിന്തുടരാനോ ഒന്നും സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ SIയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഏതായാലും അതിനുശേഷം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് വ്യാപകമായ പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ നിന്ന് ഇന്നലെ രാത്രി തന്നെ ഇവർ ഇടുക്കി സ്വദേശികളാണ് എന്നുള്ള സൂചന പോലീസിന് ലഭിച്ചിരുന്നു. രാത്രിയിൽ തന്നെ ഇവരെ കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ശ്രുതി, ഓക്കെ, അതിനൊപ്പം ഈ ഇടുക്കി പീരുമേട് സീതാ കൊലപാതകത്തിലെ അപ്ഡേഷൻ എന്താണ്? ശ്രുതി, അതും വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം ആന ചവിട്ടിക്കൊല്ലുന്ന സംഭവങ്ങൾ പതിവായതോടുകൂടി വന്യജീവി ആക്രമണം എന്നുള്ള ലേബലിൽ അതിന്റെ അത്തരത്തിലും ഒരു വാർത്ത പുറത്തേക്ക് വിട്ട് അതിന്റെ മറവിൽ ഒരു ക്രൂരമായ കൊലപാതകം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഈ വാർത്ത. ബിനുവിൽ പോലീസ് നിരീക്ഷണത്തിലാണ്. ഇന്ന് സീതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായി എന്നുള്ളതും ആന ചവിട്ടിയിട്ടില്ല എന്നുള്ള കാര്യവും പോലീസിന് മനസ്സിലായത്. അതുമാത്രമല്ല, മൃതദേഹവുമായി ആശുപത്രിയിൽ എത്തിയപ്പോഴുള്ള ബിനുവിന്റെ പെരുമാറ്റത്തിൽ തുടക്കം മുതലേ പോലീസിന് സംശയവും ഉണ്ടായിരുന്നു. ഏതായാലും ബിനു പോലീസ് നിരീക്ഷണത്തിലാണ്. ഇന്ന് ഫോറൻസിക് വിദഗ്ധരടക്കം എത്തി പരിശോധനകൾ നടക്കും, മഹസർ തയ്യാറാക്കും, ബാക്കി നടപടിക്രമങ്ങളെല്ലാം തുടരും. ഏതായാലും ബിനുവിനെ വൈകാതെ തന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ശ്രുതി.